നമസ്കാരം. ഞാൻ ഡോക്ടർ നിതിൻ കെ.പി. എടപ്പാൾ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡീഷ്യനാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം അഥവാ കൈയിൻ്റെ തരിപ്പിനെ കുറിച്ചിട്ടാണ്. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയിൻ്റെ റിസ്റ്റിൻ്റെ മുകളിൽ ഞരമ്പ് കുടുങ്ങുന്ന ഒരു കണ്ടീഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അതിൽ കാർപ്പൽ ടണൽ എന്നുള്ള ഒരു ടണലുണ്ട്. അതിൽ മീഡിയൽ നെർവ് എന്നുള്ള ഞരമ്പ് കുടുങ്ങിക്കിടക്കുന്ന കണ്ടീഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഈ മീഡിയൽ നെർവ് എന്നുള്ള ഞരമ്പ് പോകുന്ന ടണലിൻ്റെ താഴ്ഭാഗം എല്ലുകളും മേൽഭാഗം ഒരു ട്രാൻസ്വേഴ്സ് കാർപ്പൽ ലിഗമെൻ്റ് എന്ന് പറഞ്ഞ ലിഗമെൻറ്റും അതിൻ്റെ അകത്ത് മീഡിയൽ നെർവിനെ കൂടാതെ വേറെ വള്ളികളും പോകുന്നുണ്ട്. ഈ ടണലിൻ്റെ അകത്തുള്ള പ്രഷർ ഈ ലിഗമെൻറ്റ് കാരണം കൊണ്ട് കൂടി അതിൻ്റെ അകത്തുള്ള പ്രഷർ കൂടുന്ന ഒരു കണ്ടീഷനെയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണങ്ങൾ ഫീമെയിൽസ്, പിന്നെ പ്രഗ്നൻസി, അമിതവണ്ണം, ഹൈപ്പോതൈറോയിഡിസം, ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ്, പിന്നെ കയ്യിലേക്ക് വരുന്ന ഇഞ്ചുറീസ് കാരണം കൊണ്ടുള്ള ഫ്രാക്ചർ, കുറേ നാൾ കൈ പ്ലാസ്റ്ററിൽ വെച്ചാൽ, പിന്നെ ഗൗട്ട് അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടിയ കണ്ടീഷൻസ്, പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാതം തുടങ്ങിയവയാണ് പ്രധാനമായും ഇതിൻ്റെ കാരണങ്ങൾ. ഇതിൻ്റെ ലക്ഷണങ്ങൾ പേഷ്യൻസ് സാധാരണമായി ഒ പി ഡിയിൽ വരുന്നത് കൈ തരിച്ച് കിടക്കുക, രാവിലെ എണീക്കുമ്പോൾ കൈയിൻ്റെ ഉള്ളിൽ തരിപ്പ്, പ്രധാനമായി ആദ്യത്തെ 3 വിരലുകൾക്കാണ് കടച്ചിലും തരിപ്പും പറയാറ്. എന്തെങ്കിലും സാധനങ്ങൾ പിടിക്കുമ്പോൾ കൈ തരിക്കുക, എന്തെങ്കിലും കത്തി, മൊബൈൽ ഫോൺ മുതലായവ പിടിക്കുമ്പോൾ കൈ തരിക്കുക, പിന്നെ കയ്യിൽ കടച്ചിൽ, ഇതെല്ലാമാണ് സാധാരണഗതിയിൽ പറയാറുള്ളത്. ഡയഗ്നോസിസിൽ പ്രധാനമായും ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ തൊട്ട് പരിശോധന, അതിന് പുറമെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയുമാണ്. ക്ലിനിക്കൽ എക്സാമിനേഷനിൽ പ്രധാനമായും 2 ടെസ്റ്റുകളാണുള്ളത്. ഒന്ന് ഫാലൻസ് ടെസ്റ്റ്, അതിൽ റിസ്റ്റ് മടക്കി വെച്ച് 60 സെക്കൻഡ് പിടിച്ചു വയ്ക്കുകയും കൈയിൻ്റെ ആദ്യത്തെ 3 വിരലുകളിൽ കടച്ചിലും തരിപ്പും വരുന്നുണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റാണ് ഫാലൻസ് ടെസ്റ്റ്. രണ്ടാമത്തത് ഡർക്കം ടെസ്റ്റ്. നമ്മൾ ഞരമ്പ് പോകുന്ന വഴിയെ നമ്മൾ റിസ്റ്റിൽ ടാപ്പ് ചെയ്യുന്നു. ആ ടാപ്പ് ചെയ്യുന്നത് മൂലം കയ്യിൽ ഞരമ്പ് പോകുന്ന വഴിയിൽ കടച്ചിലും തരിപ്പും വരും. അതിനെയാണ് ഡർക്കം ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. അതിൽ ഞരമ്പുകളിൽ കൂടെ സിഗ്നൽസ് പോകുന്ന സ്പീഡിനെ അത് നോർമൽ കൈയുമായി താരതമ്യം ചെയ്യുകയും അതിൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്, ഞരമ്പിൻ്റെ സ്പീഡ് ആ കയ്യിൽ കുറവാണെങ്കിൽ അതിന് കാർപ്പൽ ടണൽ സിൻഡ്രോം കൊണ്ടാണെന്നും മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് പ്രധാനമായും മെഡിക്കൽ മാനേജ്മെൻറ്റും സർജിക്കൽ മാനേജ്മെൻറ്റും ഉണ്ട്. മെഡിക്കൽ മാനേജ്മെൻറ്റിൽ ആദ്യം നമ്മൾ തുടക്കക്കാർക്ക് കയ്യിലിടാനൊരു റിസ്റ്റ് സ്പ്ലിൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ വേദന സംഹാരികളും ഞരമ്പിൻ്റെ ന്യൂറോട്രോപ്പിക് ഡ്രഗ്സ് മുതലായവ കൊടുക്കുന്നതാണ്. അത് കൊടുത്തു നോക്കി കുറവില്ലാത്ത പക്ഷം നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്തോട്ടൊരു ലോക്കൽ ഇൻട്രാർട്ടിക്കുലർ അല്ലെങ്കിൽ ലോക്കൽ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കാവുന്നതാണ്. ഈ 2 ചികിത്സാ രീതികളും അതിനൊപ്പം തന്നെ ഫിസിയോതെറാപ്പി എക്സസൈസസും ചെയ്ത് നോക്കി 3 മാസം ആയിട്ടും റിസൾട്ടൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്തിട്ട് അത് കാർപ്പൽ ടണൽ സിൻഡ്രോം തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് സർജിക്കലായിട്ട് ആ കാർപ്പൽ ടണൽ റിലീസ് എന്ന് പറയും, ആ പാട ഓപ്പൺ ചെയ്ത് കൊടുത്ത് ആ ഞരമ്പിൻ്റെ ഉള്ളിലത്തുള്ള പ്രഷർ കുറച്ച് കൊടുക്കുന്ന സർജറി ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ടുള്ള സർജറി കൂടിയാണത്. ഈ ലക്ഷണങ്ങൾ ഒരുപാട് കാലം നമ്മൾ അൺട്രീറ്റഡ് ആയിട്ട് ചികിത്സിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കയ്യിലേക്കുള്ള ഞരമ്പിൻ്റെ നീർക്കെട്ട് അല്ലെങ്കിൽ തരിപ്പ് അല്ലെങ്കിൽ ആ കയ്യിലുള്ള സ്വാധീനക്കുറവ്, ഫൈൻ ഹാൻഡ്ലിങ്, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കൈയിൻ്റെ ഗുണം അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇനി എല്ലാ കൈയിൻ്റെ തരിപ്പുകളും കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ല. ചില കണ്ടീഷൻസ് കാർപ്പൽ ടണൽ സിൻഡ്രോമായിട്ട് മിമിക്ക് ചെയ്യുന്നുണ്ട്. ഒരേപോലെ തന്നെ ലക്ഷണങ്ങൾ കാണിക്കുന്നതാണ്. പ്രധാനമായും കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം, പിന്നെ ഡയബറ്റീസ് മുതലായ രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന പെരിഫറൽ ന്യൂറോപ്പതി, ഞരമ്പുകളുടെ തളർച്ച, പിന്നെ തൊറാസിക് ഔട്ട്ലെറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഡിസീസ് കൂടിയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത ഓർത്തോപെഡിക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉചിതമായ ചികിത്സ എടുക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.